ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് സഹകരണ ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ ടൈമിലാണ് നിൽക്കുന്നത് അല്ലേ? എന്നാ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ? ഏപ്രിൽ 4-ാം തീയതിയാണ്. അപ്പം ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഏപ്രിൽ 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഒരുപാട് എക്സാംസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്രാവശ്യം പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അതായത് വർഷത്തില് ഇപ്പൊ 3 നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ 3 എക്സാം, അതായത് ഒരു നോട്ടിഫിക്കേഷന് 3 എക്സാം വീതം. ഓക്കെ. ഇത് കൂടാതെ നമുക്ക് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനുകൾ വരാറുണ്ട്. ഇപ്പം 10 വേക്കൻസികൾ വരുന്ന ഒരു ബാങ്കിലേക്ക് സെപ്പറേറ്റ് എക്സാമുകൾ നടത്താറുണ്ട്. അങ്ങനെ പൊന്നാനി, മഞ്ചേരിയിൽ അങ്ങനെ 2 എക്സാമുകൾ ഇപ്പൊ കഴിഞ്ഞു. ഇനി വരുന്ന മാസങ്ങളിൽ നമ്മൾ അടുത്ത സ്പെഷ്യൽ നോട്ടിഫിക്കേഷനും അല്ലാതുള്ള സാധാരണ നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഏതായാലും ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏപ്രിൽ 4-ാം തീയതിക്ക് ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ? ഇനി കഴിഞ്ഞ പ്രാവശ്യങ്ങളെക്കാൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഡിസംബർ മുതൽ പരീക്ഷയാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി 14-ാം തീയതി വരെ നമുക്ക് കണ്ടിന്യൂസ് എല്ലാ സൺഡേയ്സും പരീക്ഷകളായിരുന്നു അല്ലേ? അപ്പം എന്താ പറയുക, ആ പരീക്ഷകൾ എന്ന് പറയുന്നൊരു മാറ്റത്തിന് ശേഷം വന്നൊരു പരീക്ഷയാണ്. അതുവരെ നടന്ന പരീക്ഷകളിൽ നിന്നും ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. ആ മാറ്റങ്ങൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ മാറ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ പഠിക്കണം എന്ന് സാർ ഒന്ന് പറയാമോ? സാർ നമ്മുടെ കഴിഞ്ഞ ബാച്ചിനെയൊക്കെ ഗൈഡ് ചെയ്യുന്ന നമ്മുടെ മെൻറ്ററാണ്. അപ്പം എന്ത് ചേഞ്ചാണ് ഈ ഒരു പാറ്റേണും ഇപ്പോഴത്തെ ഒരു ഇതും തമ്മിൽ വരുന്നത്? നമുക്ക് എക്സാമിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഞാൻ കോപ്പറേറ്റീവ് ലോയിൽ നിന്ന് തുടങ്ങാം. നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ഏരിയയിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അത് അമെൻമെന്റിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നതെങ്കിൽ പോലും പിന്നീട് വരുന്ന ഓരോ എക്സാം, അമെൻമെന്റിന് ശേഷം വന്നിരിക്കുന്ന ഓരോ എക്സാമും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ്, അതായത് ഒരു സെക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് അടുത്ത എക്സാമിന് വരുന്നത്. അതായത് കണക്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അടുത്ത എക്സാമുകൾക്ക് വരുന്നത്. ചോദ്യങ്ങൾ ലോയിൽ നിന്ന് റിപ്പീറ്റഡ് അല്ല, എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് പിന്നീട് എക്സാമുകൾക്ക് വന്നത്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടൻസി ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുകയാണെങ്കിൽ HDC 10th HDC JDC ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു PG നിലവാരത്തിലുള്ള അക്കൗണ്ടൻസി ചോദ്യങ്ങൾ നമ്മുടെ എക്സാമുകൾക്കുണ്ടായിരുന്നു. കാരണം കോമ്പറ്റീഷൻ അതനുസരിച്ച് കൂടിയാണ്. കാരണം നമ്മൾ കട്ട് ഓഫ് നോക്കിയാൽ എത്ര എക്സാം ടഫായി എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കട്ട് ഓഫ് വരുന്നത് 80-നടുത്താണ്. അത് ആ ഒരു റേഞ്ചിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ ലോയുടെ ഭാഗത്ത് ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷനുകൾ, റൂളുകൾ കൂടി നമ്മൾ നോക്കി പോവേണ്ടതുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലീഷിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് പാറ്റേൺ 20 മാർക്കിൽ നിന്നും 10 മാർക്കിലേക്ക് എത്തി. 20 മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര റിപ്പീറ്റേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. അത് മാറി. സത്യം പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു. ടോപ്പിക് വൈസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു. നല്ല ക്വസ്റ്റ്യൻസ്, നല്ല 10 ക്വസ്റ്റ്യൻ എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റും. കറക്റ്റായിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത. അതും നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യനെ എന്താ പറയുക ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി, മോഡറേറ്റ് അല്ലെങ്കിൽ ടഫ് എന്നുള്ളതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഈസി, ഒരു 4-5 ക്വസ്റ്റ്യൻ അവിടെ മോഡറേറ്റ് ആയിട്ടും 2 ക്വസ്റ്റ്യൻ ടഫായിട്ടുമാണ് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ എക്സാംസിൽ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അതാണ്. ഇനി ഈ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഏകദേശം 22 മുതൽ 25 വരെ ടോപ്പിക്സ് പഠിക്കണം. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സിലബസിൽ എവിടെയും തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല അഡ്ജക്റ്റീവ് ക്ലോസ് ഒന്നോ ആഡ്വേർബ് ക്ലോസ് ഒന്നോ എവിടെയും വരുന്നില്ല. പക്ഷേ 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും പഠിക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള എന്നാൽ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ മിസ്സേ, ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ഇപ്പം കഴിഞ്ഞൊരു റിസൾട്ട് വന്നു. ആദ്യത്തെ 1-2 ഈ റാങ്കുകളിൽ തന്നെയാണ് CC ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏത് എക്സാം ഇറങ്ങിയാലും ഏത് റിസൾട്ട് വന്നാലും നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി 1ാം റാങ്കുള്ള പേരുകൾ മുതൽ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2025 മുതൽ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ 10-ലധികം 1ാം റാങ്കുകൾ തന്നെ CCയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻറ്റ് വിജയത്തിൻ്റെ കാരണം എന്തായിരിക്കും? മറ്റ് സ്ഥാപനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റ് ഏരിയൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ്, GK, മാത്സ് അതത് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഫാക്കൽറ്റിയാണ് നമുക്കിവിടെ പഠിപ്പിക്കുന്നത്. അതായത് GK പറയുകയാണെങ്കിൽ GKയിൽ ഇപ്പോൾ റിനേസൻസിൻ്റെ പാർട്ടുണ്ട്, ജിയോഗ്രഫി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെയും ഒരാളല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, ഒരു ടീമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്തോട്ടെ, വേറെ ഒന്നും കൊണ്ടല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ CC കൈകാര്യം ചെയ്യുന്ന പരീക്ഷകൾ ബാങ്ക് മാത്രമല്ല, PSC മേഖലയുടെ എല്ലാ പരീക്ഷകളും, അധ്യാപക പരീക്ഷകളും, എല്ലാ പരീക്ഷകളും ഉണ്ട്. ഈ എല്ലാ പരീക്ഷകളിലെ GK
നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് GK ഹാൻഡിൽ ചെയ്യുന്ന ആശാമിസിന്റെ നേതൃത്വത്തിൽ സെപ്പറേറ്റ് ഒരു ടീമുണ്ട്, ഒരു വലിയ ടീമുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ GKക്ക് ആ ഒരു പ്രാധാന്യത്തോടു കൂടി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മാത്സിന് ഒരു കാര്യം പറയട്ടെ, GK ഭാഗമാണ് CSEB ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് ടഫായിട്ടുള്ള ഏരിയ. ആ ഒരു ഏരിയയിൽ നമുക്ക് ഇത്ര സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം സബ്ജക്റ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏറെക്കുറെ സെയിം ആയിരിക്കും. പിന്നെ അവരുടെ റാങ്ക് നിശ്ചയിക്കുന്നത് ഈ ഒരു ഇംഗ്ലീഷ്, മാത്സ്, GK ആണ്. ഇപ്പൊ നമ്മൾ മാത്സ് തന്നെ എടുക്കുകയാണെങ്കിൽ മെന്റൽ എബിലിറ്റിക്കും മാത്സിന്റെ പോർഷൻ രണ്ടിനും സെപ്പറേറ്റ് നമുക്ക് അധ്യാപകരുണ്ട്. അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യ റാങ്കിലോട്ട് എത്താനായിട്ട് പറ്റുന്നു. ഓക്കെ. അപ്പോൾ ഈ 3 സബ്ജക്റ്റ് ഇംഗ്ലീഷ്, GK, മാത്സ് നല്ല രീതിയിൽ നമ്മളുടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളുടെ റാങ്ക്, ഈ ഒരു 1, 2 ഇങ്ങനെയുള്ള റാങ്കുകൾ കിട്ടാൻ നമുക്ക് ഏറ്റവും സഹായിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ കട്ട് ഓഫ് ഉയർന്നാണ് നമ്മുടെ പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ഉയർന്ന കട്ട് ഓഫിലേക്ക് പലപ്പോഴും നമ്മൾ കുട്ടികളുടെ ഓരോ ബാച്ച് കഴിയുമ്പോഴും റിവ്യൂ എടുക്കുമ്പോഴും കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പോലും ആ ഒരു കട്ട് ഓഫിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ളത് അവരെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനവർ ഒരുപാട് കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അവർക്ക് എന്ത് പഠിക്കണം എന്ന് മനസ്സിലാവുന്നുണ്ട്, എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാവുന്നുണ്ട്, എന്ത് പഠിക്കണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും? ഇപ്പം നമ്മൾ മുന്നേ ആണെങ്കിൽ CSEB നമുക്ക് ഏതൊക്കെ വിഷയങ്ങളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് CSEB സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് സിലബസ് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഏരിയാസ് തന്നെയാണ് സിലബസിൽ അധികം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഒരു പ്രയാസമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഈ ഓരോ ടോപ്പിക്കിനും ടോപ്പിക് വൈസ് മെൻറ്റർഷിപ്പ് ക്ലാസ്സും, പിന്നെ അതുപോലെ തന്നെ PYQ ഡിസ്കഷൻ, പിന്നെ അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഈ നമ്മളുടെ സ്റ്റുഡൻസിന് കൂടുതലായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പം മിസ് പറഞ്ഞു ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ആള് BCom കോർപ്പറേഷൻ അഡീഷണൽ എലക്റ്റീവായിട്ട് എഴുതിയെടുത്ത് 2 മാസത്തിനുള്ളിൽ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തു. അതായത് ക്വാളിഫൈ ആയിട്ട് തൊട്ടടുത്ത് പുള്ളി ഇവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം 2 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് എക്സാം വരുന്നു. ആ ആദ്യത്തെ എക്സാം അദ്ദേഹം 2ാം റാങ്ക് നേടി. ഓക്കെ. അപ്പം 2ാം റാങ്ക് ആയപ്പോഴത്തേക്കും നമുക്ക് ഇനി അത് കിട്ടുമോ? ലക്ഷ്മൺ. അപ്പൊ അദ്ദേഹം ഇനി അദ്ദേഹത്തിന് വലിയ താമസമില്ലാതെ അഡ്വൈസ് വന്ന് അദ്ദേഹം പ്ലേസ്ഡ് ആവുകയാണ്. അപ്പം ഒരു കൃത്യസമയം ഇത്ര സമയം ഇപ്പൊ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും 2 മാസം കൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഒരു ബാങ്കിൽ ജോലിയിൽ കയറുവാൻ ഇതേപോലെ ഒരാളാണ് നമ്മുടെ ജഷ്ല അല്ലെ. മലപ്പുറം 2 ബാങ്കുകളിലാണ് ആൾക്ക് അഡ്വൈസ് വന്നത്. അത് ഒന്നിൽ ഫസ്റ്റ്, ഒന്നിൽ സെക്കൻഡ് റാങ്കും തന്നെയാണ്. അപ്പൊ ഈ ജഷ്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജഷ്ല കല്യാണത്തിന് മുൻപ് 10th കഴിഞ്ഞു. 10th കഴിഞ്ഞിട്ട് പഠനം നിർത്തി. ഇപ്പൊ ഏകദേശം ലാസ്റ്റ് ചാൻസ് ആയി, 40 വയസ്സിനടുത്തായി. അപ്പോൾ ഒരു ജോലി വേണം എന്നുള്ള ആഗ്രഹത്തിൽ ഈ ഒരു എക്സാമിന് വേണ്ടി ആൾ എന്ത് ചെയ്തു, +2 ചെയ്ത് JDC ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു എക്സാമിലേക്ക് ആള് എത്തിയിരിക്കുന്നത്. അപ്പം ആ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എടുത്തത് കൊണ്ടും ഈ ഒരു സാഹചര്യം കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടും ഇന്ന് ജഷ്ല ഗവൺമെന്റ് സർവീസിലാണ്. ഒരുപാട് അഭിമാനം തന്നൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചാനലിൽ ജഷ്ലയുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പം CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളൊരു PSC എക്സാമിന് തയ്യാറെടുക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിഗ്രി ലെവൽ എക്സാംസിന് തയ്യാറെടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ മത്സരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരോടൊപ്പമാണ്. എന്നാൽ ഇങ്ങോട്ടേക്ക് വരുമ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ മാത്രമായിട്ടാണ് മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിക്കുമ്പം അവിടെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിലെത്രത്തോളം എക്സൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഫെമിലർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതിൽ നിന്നുള്ള ചോദ്യ പാറ്റേണുകളെ പരിചയപ്പെടണം, ടഫ്, ഈസി, മോഡറേറ്റ് എന്നുള്ള 3 ക്ലാസിഫിക്കേഷനുള്ള ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടണം. എന്താണ് ഇപ്പോഴത്തെ പുതിയ എക്സാം പാറ്റേൺ അർഹിക്കുന്നതെന്ന് നമ്മൾ അറിയണം. GK, ഇംഗ്ലീഷ്, മാത്സ് നമ്മൾ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മളുടെ പഠനം മോക്ക് എക്സാംസിലൂടെ തന്നെ കൊണ്ടുപോകണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ആദ്യത്തെ പ്രാവശ്യമോ എത്രാമത്തെ പ്രാവശ്യമോ നിങ്ങൾ എഴുതുന്നു, ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കതിന് സോളിഡ് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ട് സഹകരണ ബാങ്ക് എക്സാംസിന് CC എന്ന് ചോദിച്ചാൽ റാങ്ക് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ സംസാരിക്കുന്നത് എപ്പോഴും റാങ്കിൻ്റെ ടേംസിലാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് മാത്രം ഇത്രയും റാങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടും ആ കുട്ടികൾ നമ്മളിൽ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും അതൊരു ടീം വർക്കാണ്. അപ്പൊ ആ ഒരു ടീം വർക്കിന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഓൾറെഡി നമ്മൾ ജോയിൻ ചെയ്ത കുട്ടികൾ ലാസ്റ്റ് കട്ട് ഓഫിന്റെ അടുത്തൊക്കെ എത്തിയ ആളുകളാണെങ്കിലും
നമ്മളുടെ ബാച്ചിൽ തന്നെ അവർ റീജോയിൻ ചെയ്യുന്നതായിട്ട്. കാരണം അവർ ആ ക്ലാസ്സുകളിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ്. അവർക്ക് ഇമ്പ്രൂവ്മെന്റിനോട് വന്ന സമയത്തൊരു 20 മാർക്കൊക്കെ ആയിട്ട് വന്ന ആളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജോയിൻ ചെയ്ത അടുത്ത എക്സാം ആയപ്പോഴത്തേക്കും ഏറെക്കുറെ എന്നോട് പറഞ്ഞു സാർ 65 മാർക്ക്. അതായത് ഒരു 2 മാസം കൊണ്ട് 65 മാർക്കിലോട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു മാറ്റമല്ല. കാരണം ഒരു ബേസ് പോലും ഇല്ലാതെ വരുന്ന ആളുകളാണ് ഒരു 20 മാർക്ക് എന്നൊക്കെ പറയുന്നത്. കാരണം നമുക്ക് കറക്കി കുത്തിയാൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് കറക്കി കുത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? 20 മാർക്ക് കിട്ടും. അതുപോലും ഇല്ലാതെ വന്ന ഒരാൾ 65 മാർക്കിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സക്സസ് ആണ്, ആ കുട്ടികളുടെ സക്സസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അവരൊന്നുകൂടി ഒന്ന് നന്നായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയ സമയത്ത് അല്ലെ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഏറ്റവും മികച്ച സർവീസിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് CSEB പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, കുറച്ചധികം നാളുകളായി പ്രിപ്പയർ ചെയ്ത് പരാജയം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, ഒരു വിഷയമല്ല, ഇങ്ങോട്ട് പോന്നോളൂ. റിസൾട്ട് ഞങ്ങൾ പറയുന്നത് പോലെ പഠിച്ചാൽ റിസൾട്ട് അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. നിങ്ങളുടെ കഴിവുകളെ സംശയിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു അവസരം ഗ്രാബ് ചെയ്യുക. വരാനിരിക്കുന്ന അവസരങ്ങൾ ഒരുപാടാണ്. സോ നമുക്ക് ഏറ്റവും സ്കിൽഫുൾ ആയിട്ട് റെഡി ആവാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ CSEB പുതിയ ബാച്ചുകൾ അത് ബിഗിനേഴ്സ് ലെവലിലും ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഓൺ ഗോയിങ് സ്റ്റുഡൻസിനായിട്ടുള്ള ഷോർട്ട് ടേം ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഈ ബാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ബിഗ് ഡേയ്സ് നടക്കുകയാണ്. CCയുടെ 10ാമത്തെ വർഷമാണ് അല്ലേ. ഒരുപാട് അഭിമാനമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ. 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു എഡ്യൂടെക് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അപ്പോൾ ഈ ഒരു 10ാം വർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബിഗ് ഡേയ്സ് നടക്കുകയാണ്. സോ ബിഗ് ഡേയ്സിന് അട്രാക്റ്റീവ് ഫീ ഡിസ്കൗണ്ട് ആണ് സഹകരണം ബാങ്കിലുള്ള എക്സാംസിന് കോഴ്സസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഈ ബിഗ് ഡേ ഓഫേഴ്സ് നിലവിലുള്ളൂ. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത എക്സാമിന് നമ്മൾ പണി തുടങ്ങി അല്ലേ? തീർച്ചയായിട്ടും അടുത്ത തവണത്തെ നമുക്ക് CSEB എക്സാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ക്രാക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.